ടെക് ട്രിവാൻഡ്രം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് AWSൻ്റെ അസോസിയേറ്റ് ലെവലിലുള്ള ഒരു എക്സാമിനേഷനെ കുറിച്ചാണ്. അപ്പോൾ അതായത് സിസോപ്സ് അഡ്മിനിസ്ട്രേറ്റർ അസോസിയേറ്റ് എന്ന് പറഞ്ഞൊരു എക്സാമിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ സെഷനിൽ നോക്കി മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു എക്സാം എഴുതാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് ഞാൻ ഈ പറയുന്ന ഡീറ്റെയിൽസ് ഹെൽപ്ഫുൾ ആവുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ എക്സാമിനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ്, പിന്നെ ആർക്കൊക്കെ ഈ എക്സാം എഴുതാൻ സാധിക്കും, അതുപോലെ ഇത് എഴുതിയതുകൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങൾ, പിന്നെ എന്തൊക്കെ സിലബസ്, ഒരു ബ്രീഫായിട്ടുള്ളൊരു ഐഡിയ എന്തൊക്കെ പഠിച്ചാലാണ് നമുക്ക് ഈ ഒരു എക്സാം പാസ്സാവാൻ പറ്റുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളായിരിക്കും വളരെ ബ്രീഫായിട്ട് സമയം ഒരുപാട് വേസ്റ്റ് ചെയ്യാതെ ഞാൻ ഈ ഒരു സെഷനിൽ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സെഷനിലേക്ക് കിടക്കാം. അപ്പോൾ ഈ AWSൻ്റെ സിസോപ്സ് അഡ്മിനിസ്ട്രേറ്റർ അസോസിയേറ്റ് എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസോസിയേറ്റ് ലെവലിലുള്ള 3 എക്സാംസ് ഉണ്ട് AWSന് മെയിനായിട്ട് പറയുകയാണെങ്കിൽ. അപ്പോൾ നമുക്ക് മുമ്പ് നമ്മളൊരു സെഷൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു സർട്ടിഫിക്കേഷൻ്റെ ഒക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് അത് അതിൻ്റെ ലിങ്ക് ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യാം. അത് കണ്ടിട്ടില്ലാത്തവരെ അതൊന്ന് കണ്ടു കഴിഞ്ഞാൽ മൊത്തം ടോട്ടലായിട്ടുള്ള എക്സാമിനേഷൻസിൻ്റെ കാര്യങ്ങളൊക്കെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിവിടെ എക്സാമിനേഷൻ പാത്ത് നിങ്ങൾക്ക് ഞാനൊന്ന് ഒരു പേജ് ഞാൻ കാണിച്ചു തരാം, ഒരു ഇമേജ് കാണിച്ച് പെട്ടെന്ന് മനസ്സിലാവും. അതായത് അസോസിയേറ്റ് ലെവലിലുള്ള എക്സാംസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കണ്ടില്ലേ, 3 എക്സാംസാണ് മെയിനായിട്ട് അസോസിയേറ്റ് ലെവലിലുള്ളത്. അതായത് ഒന്ന് സൊല്യൂഷൻ ആർക്കിടെക്റ്റ്, പിന്നെ സിസോപ്സ് അഡ്മിനിസ്ട്രേറ്റർ അസോസിയേറ്റ്, പിന്നെ ഡെവലപ്പർ അസോസിയേറ്റ്. അപ്പോൾ ഇതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിസോപ്സ് അഡ്മിനിസ്ട്രേറ്റർ അസോസിയേറ്റ് എന്ന് പറഞ്ഞ എക്സാമിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു എക്സാം വന്നിട്ട് അതിൻ്റെ എക്സാം കോഡ് വന്നിട്ട് SOA-C02 എന്നാണ്. SOA C02 എന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു സർട്ടിഫിക്കേഷൻ്റെ കോഡ് വന്നിട്ട്. ഓക്കെ, അപ്പം നമുക്കിനി അതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഈ ഒരു എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വേൾഡ് വൈഡായിട്ട് ഇൻഡസ്ട്രി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷനാണ് AWSൻ്റെ ഈ സിസോപ്സ് അഡ്മിനിസ്ട്രേറ്റർ അസോസിയേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതിൽ മെയിനായിട്ട് AWS ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ നമ്മുടെ ഒരു എബിലിറ്റിയാണ് ഇത് കാണിക്കുന്നത്. അതായത് AWSൻ്റെ ആമസോൺ വെബ് സർവീസസിൽ സിസ്റ്റംസിനെ നമുക്ക് മാനേജ് ചെയ്യാനും ഓപ്പറേറ്റ് ചെയ്യാനുമുള്ള നമ്മുടെ എബിലിറ്റിയാണ് ഇത് വാലിഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മെയിനായിട്ട് ഒരു മിനിമം 1 ഇയർ എങ്കിലും ഈ ഒരു ക്ലൗഡ് ഡിപ്ലോയ്മെൻറ്റിലൊക്കെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന് ആണ് ഇത് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്, ഈ ഒരു സർട്ടിഫിക്കേഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇൻ കേസ് നിങ്ങൾ ഇനി അങ്ങനൊരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ എഴുതാൻ പറ്റില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. നിങ്ങൾക്ക് അതനുസരിച്ച് നിങ്ങൾ ഒരല്പം ഒന്ന് ഹാർഡ് വർക്ക് ചെയ്താൽ മതി ഇതിൻ്റെ എക്സാം ടോപ്പിക്സ് സ്റ്റഡി മെറ്റീരിയൽസ് എടുത്തിട്ട്. ഓക്കെ, അപ്പം ഓവറോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മെയിനായിട്ട് ഇത് ഉദ്ദേശിക്കുന്നത് ആ ഒരു AWSൽ സിസ്റ്റംസ് മാനേജ് ആൻഡ് ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ കഴിവുള്ള ഇൻഡിവിജ്വൽസിന് ഉള്ള ഒരു റെക്കഗ്നീഷൻ എന്നുള്ള രീതിയിലാണ് ഈ ഒരു സർട്ടിഫിക്കേഷന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മറ്റു ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ ആർക്കൊക്കെ നമുക്ക് ഈ ഒരു സർട്ടിഫിക്കേഷൻ എഴുതാൻ പറ്റുമെന്നുള്ളതാണ് നെക്സ്റ്റ്. ആർക്കൊക്കെ എഴുതാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിനായിട്ട് ഇത് സിസ്റ്റം അഡ്മിൻസിനാണ് കറക്റ്റായിട്ട് ആപ്റ്റായിട്ട് ഈ ഒരു റോള് ചേരുന്നത്. ഈ സിസോപ്സ് അഡ്മിനിസ്ട്രേറ്റർ അസോസിയേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് സിസ്റ്റം ഓപ്പറേഷൻസ് റോളിൽ വർക്ക് ചെയ്യുന്നത് മെയിനായിട്ട് സിസ്റ്റം അഡ്മിൻസ് ആണല്ലോ അങ്ങനെ വരുന്നത്. പിന്നീട് IT പ്രൊഫഷണൽസ് ഇൻ ഓപ്പറേഷൻസ് റോൾ, ഓഫ് കോഴ്സ് ഈ ഒരു ഓപ്പറേഷൻസ് റോളിൽ വർക്ക് ചെയ്യുന്ന മറ്റ് IT പ്രൊഫഷണൽസ്, പിന്നെ ഓൾറെഡി ക്ലൗഡ് സപ്പോർട്ട് ഫീൽഡിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടെക്കീസിന് അങ്ങനെയുള്ളവർക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട് മിനിമം ഒരു 1 to 2 years എക്സ്പീരിയൻസ്, ഒരു മിനിമം 1 year എങ്കിലും എക്സ്പീരിയൻസ് വേണം ഈ ഒരു. അതിന് ശേഷമാണ് സാധാരണ ഒരു കറക്റ്റ് പാത്ത് പറയുകയാണെങ്കിൽ ഈ ഒരു എക്സാം നമുക്ക് എഴുതാൻ പറ്റുന്നത്. അപ്പം ഒരു 1 year എക്സ്പീരിയൻസ് ഏതിലൊക്കെ വേണം? ഇപ്പം ക്ലൗഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലാത്തവരാണെങ്കിൽ, സിസ്റ്റം അഡ്മിൻസ് ആണെങ്കിൽ അവർക്ക് വിൻഡോസ്, ലിനക്സ്, നെറ്റ്വർക്കിംഗ്, സ്റ്റോറേജ് അഡ്മിനിസ്ട്രേഷൻ എന്നീ മേഖലകളിലെല്ലാം അല്ലെങ്കിൽ അങ്ങനെയുള്ള സിമിലർ റോൾസിൽ വർക്ക് ചെയ്തുള്ളൊരു എക്സ്പീരിയൻസ് നല്ല രീതിയിൽ വേണം, ഒരു പ്രാക്ടിക്കൽ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ്. പിന്നെ തറോ എക്സ്പീരിയൻസ് ഇൻ ഡിപ്ലോയ്മെൻറ്റ് മാനേജ്മെൻറ്റ് ആൻഡ് ഓപ്പറേഷൻസ് ഇൻ AWS, ഇതിലൊക്കെ ഉള്ളവർ, അതായത് ഓൾറെഡി ക്ലൗഡ് ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക്, ഇൻഡിവിജ്വൽസിനും ഈ ഒരു സർട്ടിഫിക്കേഷന് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയും ഒരു കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാർക്കാണ് നമുക്ക് ഈ ഒരു എക്സാം റൈറ്റ് ചെയ്യാൻ പറ്റുന്നത്, കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നത്, AWS സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഈ ഒരു എക്സാം എഴുതിയത് കൊണ്ട് എന്താണ് സിഗ്നിഫിക്കൻസ്, നമുക്ക് എന്താണ് ഗുണമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഈ ഒരു എക്സാം
ഷോക്കേസ് ചെയ്യുന്നത് ഈ പറഞ്ഞ ഇത്രയും മെയിനായിട്ട് ഉള്ള സെറ്റ് ഓഫ് സ്കിൽസാണ്. ഇപ്പം ഞാനിതിൽ ബ്രീഫായിട്ട് കോറായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്, കുറേ കാര്യങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിൽ വരും. ഓക്കെ, അപ്പം നമ്മൾ മെയിനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സെറ്റ് ഓഫ് സ്കിൽസാണ് നമ്മളിത് ഷോക്കേസ് ചെയ്യുന്നത് ഈ ഒരു അസോസിയേറ്റ് എക്സാം കൊണ്ട്. അതായത് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് കോർ AWS സർവീസസ്. അപ്പോൾ കോർ AWS സർവീസസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് വരുന്നത്? മെയിനായിട്ട് കമ്പ്യൂട്ട് വരും. കമ്പ്യൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ EC2 ഇൻസ്റ്റൻസസും അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്കും. പിന്നെ സ്റ്റോറേജ് വരും. സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ നമ്മൾ S3 ബക്കറ്റ്, പിന്നെ അങ്ങനെ S3യുടെ മറ്റ് വകഭേദങ്ങൾ, അതിൻ്റെ ഡിഫറെൻറ്റ് ക്ലാസ്സസ്, അങ്ങനത്തെ സ്റ്റോറേജ് കാറ്റഗറീസ് അതൊക്കെ വരും. പിന്നെ നെറ്റ്വർക്കിംഗ് എന്ന് പറയുമ്പോൾ VPC, പിന്നെ സബ്നെറ്റിങ്, പിന്നെ റൂട്ടിംഗ് ടേബിൾസ്, ഇൻ്റർനെറ്റ് ഗേറ്റ്വേ, അങ്ങനെ പറഞ്ഞുള്ള കാര്യങ്ങൾ. പിന്നെ സെക്യൂരിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള സെക്യൂരിറ്റി, നെറ്റ്വർക്ക് ലെവലിലുള്ള സെക്യൂരിറ്റി, പിന്നെ DNS ലെവലിലുള്ള സെക്യൂരിറ്റി, അങ്ങനെ പല സർവീസസ് ഉണ്ട്, പല കാറ്റഗറി ബേസ് ചെയ്തിട്ട് പല ലെവലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ. അപ്പോൾ അങ്ങനെയുള്ള സെക്യൂരിറ്റി സർവീസസിനെ കുറിച്ചുള്ള ഒരു ഐഡിയ അല്ല, നല്ല രീതിയിലുള്ള വർക്കിംഗ് എക്സ്പീരിയൻസ്. പിന്നെ ഡേറ്റാബേസ് സർവീസസ്, AWSൻ്റെ RDS സർവീസസ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കോർ സർവീസസിൽ വരുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള നല്ലൊരു ഹാൻഡ്സ് ഓൺ, ഇതൊക്കെ ഹയർ ലെവലുള്ള എക്സ്പീരിയൻസ് അല്ല ഈ പറയുന്നത്, ഇതൊക്കെ നല്ല രീതിയിലുള്ള വർക്ക് ചെയ്തുള്ള മിനിമം 1 to 2 years ആണ് ഇവർ സജസ്റ്റ് ചെയ്യുന്നത് AWS ഈ പറഞ്ഞ കോർ സർവീസസിലും ബാക്കി പറയാൻ പോകുന്ന കാര്യങ്ങളിലും. അപ്പോൾ ഇതിലെല്ലാം അത്രയും 1 to 2 years ഒരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. കോർ സർവീസസിൻ്റെ കാര്യമാണ് ഞാനിപ്പോൾ ആദ്യം പറഞ്ഞത്. പിന്നീട് സെക്കൻഡ് പോയിന്റ് പറയുകയാണെങ്കിൽ എബിലിറ്റി ടു പ്രൊവിഷൻ ആൻഡ് മാനേജ് റിസോഴ്സസ്. അപ്പോൾ AWSൽ ആമസോൺ വെബ് സർവീസസിൽ നമുക്ക് കോൺഫിഗർ ചെയ്യാനും സ്കെയിൽ ചെയ്യാനും എന്തിനെ AWS റിസോഴ്സസ് എന്ന് ഉദ്ദേശിക്കുമ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ, ഈ കമ്പ്യൂട്ടർ ഇൻസ്റ്റൻസസ്, സ്റ്റോറേജ് സർവീസസ്, പിന്നെ നെറ്റ്വർക്കിംഗ്, പിന്നെ ഡേറ്റാബേസസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം നമുക്കിതിൽ കോൺഫിഗർ ചെയ്യാനും സ്കെയിലിംഗ് എനേബിൾ ചെയ്യാനും, AWSൻ്റെ കമ്പ്യൂട്ടർ ഇൻസ്റ്റൻസസ് ഒക്കെ സ്കെയിലിംഗ് സെറ്റപ്പ് ചെയ്യാനും, ലോഡ് ബാലൻസിങ്, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൊവിഷനും മാനേജ് റിസോഴ്സസും ഇതൊക്കെ ചെയ്യുന്നതിനുള്ള കഴിവ്. അതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് ട്രബിൾ ഷൂട്ടിംഗ് സ്കിൽസാണ്. അപ്പം നമ്മൾ ഈ പറഞ്ഞ റിസോഴ്സസ് എല്ലാം നമ്മൾ പ്രൊവിഷൻ ചെയ്ത് മാനേജ് ചെയ്യുന്നതിനൊപ്പം തന്നെ ഇതിന് വരുന്ന പ്രോബ്ലംസ് നമുക്ക് ട്രബിൾ ഷൂട്ട് ചെയ്യുന്നതിനുള്ള സ്കിൽസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു EC2 ഇൻസ്റ്റൻസ് ബൂട്ട് ആവാതെ വരുന്നു, നമ്മൾ ഓൺ പ്രമിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇതിൽ നമ്മൾ ക്ലൗഡിൽ ചെയ്യുന്നതെന്നുള്ളതേ ഉള്ളൂ. ഇവരുടേതായിട്ടുള്ള രീതിക്ക് ആ കാര്യങ്ങൾ പഠിച്ചിട്ട് ബൂട്ട് ആവാതെ വരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും നെറ്റ്വർക്ക് കണക്ടിവിറ്റി ഇഷ്യൂസ്, അല്ലെങ്കിൽ സ്റ്റോറേജ് ഇഷ്യൂസ്, ബാക്കപ്പ് ഇഷ്യൂസ്, ഡേറ്റാബേസ് റിലേറ്റഡ് പ്രോബ്ലംസ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് വരികയാണെങ്കിൽ അത് ട്രബിൾ ഷൂട്ട് ചെയ്ത് ചെയ്യുന്നതിനുള്ള ഒരു സ്കിൽ സെറ്റ് അത് നമുക്ക് ഉണ്ടായിരിക്കണം. അതൊക്കെ ഒരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ്, അതാണ് ഇവർ 1 year മിനിമം എക്സ്പീരിയൻസ് ഇതിൽ പറയുന്നത്. അപ്പം ശരിക്കും ഒരു പ്രാക്ടിക്കൽ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ഇത് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, പിന്നീട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത് ബെസ്റ്റ് പ്രാക്ടീസസ്. അപ്പോൾ AWSൻ്റെ കുറേ ബെസ്റ്റ് പ്രാക്ടീസസ് എന്ന് പറഞ്ഞിട്ട് ഒരു ടോപ്പിക്ക് തന്നെയുണ്ട്, ഒരു ലാർജ് ടോപ്പിക്കാണ്. അപ്പോൾ അത് നിങ്ങൾ ആദ്യം അതിൻ്റെ ഒരു ഡോക്യുമെൻറ്റേഷൻ ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ അതിനെ കുറിച്ചുള്ള ഒരു നല്ല രീതിയിലുള്ള ഒരു അറിവ് നമുക്ക് വേണം. അതായത് നോളജ് ഓഫ് സെക്യൂരിറ്റി ബെസ്റ്റ് പ്രാക്ടീസസ്. അപ്പോൾ അതിൽ വരുന്നതാണ് കോസ്റ്റ് ഓപ്റ്റിമൈസേഷൻ സ്ട്രാറ്റജീസ്, പിന്നെ അഡ്ഹറൻസ് ടു AWSൻ്റെ വെൽ ആർക്കിടെക്റ്റഡ് ഫ്രെയിംവർക്ക്. അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്ത് വെക്കണം. AWSൻ്റെ വെൽ ആർക്കിടെക്റ്റഡ് ഫ്രെയിംവർക്ക്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ സിസോപ്സ് അഡ്മിനിസ്ട്രേറ്റർ അസോസിയേറ്റ് എന്ന് പറഞ്ഞ ഒരു എക്സാമിന് ഈ വെൽ ആർക്കിടെക്റ്റഡ് ഫ്രെയിംവർക്കിൽ നിന്നും വരും പല രീതിക്കുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇത് എന്തായാലും നിങ്ങൾക്ക് വിട്ടുപോകാതെ ഒന്ന് നിങ്ങൾ നോക്കണം. ഞാൻ ഈ പറഞ്ഞ ടോപ്പിക്ക് വെൽ ആർക്കിടെക്റ്റഡ് ഫ്രെയിംവർക്ക്. അപ്പോൾ അതാണ് ഈ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ബെസ്റ്റ് പ്രാക്ടീസസിൽ വരുന്നതാണത്. അപ്പോൾ അതിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഒരു 4-5 പോയിൻറ്റ്സാണ്. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയാം എന്നുള്ളതിന് തെളിവാണ് നമ്മൾ ഈ ഒരു സിസോപ്സ് അഡ്മിനിസ്ട്രേറ്റർ അസോസിയേറ്റ് എക്സാം പാസ്സായി കഴിഞ്ഞാൽ കിട്ടുന്നത് നമുക്ക്. അപ്പോൾ ഞാനീ പറഞ്ഞ പോലെ ഇത് വേൾഡ് വൈഡ് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ളൊരു സർട്ടിഫിക്കേഷനാണ്. അപ്പോൾ നമ്മൾ ഈ സർട്ടിഫിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാമെന്നുള്ളതിനൊരു പ്രൂഫാണത്. ഓക്കെ, നിങ്ങൾ ഇപ്പോൾ പലരും എക്സാംസൊക്കെ എഴുതുന്നത് ഇപ്പോൾ ഡംസ് എല്ലാം പഠിച്ചിട്ട് എക്സാം പാസ്സാവാറുണ്ട്. പക്ഷേ അങ്ങനെ എക്സാം പാസ്സായി കഴിഞ്ഞാലുള്ള ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതൊന്നും ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ശരിക്കും ഉണ്ടായിരിക്കില്ല.
ആക്ച്വലി. എന്തെങ്കിലും ഒരു ഇപ്പം നിങ്ങളൊരു കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു പ്രഷറിൻ്റെ പുറത്ത് ഒരു ടാർഗറ്റ് ഡേറ്റ് നിങ്ങൾക്ക് കാണും. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ഈ ഒരു സർട്ടിഫിക്കേഷൻ എടുക്കേണ്ട ഒരു അങ്ങനെ ഒരു റിക്വയർമെൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ നിവൃത്തിയില്ലാതെ പലരും ഡംസ് എല്ലാം പഠിച്ചിട്ട് എക്സാം പാസ്സാവും എങ്ങനെയെങ്കിലും. പക്ഷേ പിന്നീട് നിങ്ങളൊരു പ്രോജക്റ്റ് കിട്ടുകയാണെങ്കിലായിരിക്കും പിന്നീട് ഇതിനൊരു എക്സ്പീരിയൻസ്, ശരിക്കും ഒരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഇല്ലാതെ സർട്ടിഫിക്കേഷൻ എടുത്ത് കഴിയുമ്പോൾ നിങ്ങളൊരു പ്രോജക്റ്റിൽ എടുത്തിടുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം ഒന്നേന്ന് പഠിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരും. അപ്പോൾ കഴിയുന്നത് നിങ്ങൾ ഡംസ് യൂസ് ചെയ്ത് നിങ്ങൾ എക്സാം എഴുതി പാസ്സാവുന്നതിൽ പ്രശ്നമില്ല. പക്ഷേ അതോടൊപ്പം തന്നെ നിങ്ങൾ ആ ഒരു പറ്റുന്ന അത്രയും നിങ്ങൾ ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ചെയ്ത് നോക്കി നല്ല രീതിയിൽ കാര്യങ്ങൾ മെയിനായിട്ടുള്ള ടോപ്പിക്സ് എങ്കിലും ഒന്ന് നോക്കി പഠിക്കുക. ഓക്കെ, അപ്പം ഈ ഒരു സർട്ടിഫിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങളിൽ നിങ്ങൾക്ക് നല്ല രീതിയിലൊരു അറിവുണ്ടെന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ക്വാളിഫൈഡ് ക്ലൗഡ് അഡ്മിനിസ്ട്രേഷന് പറ്റുന്ന ഒരു ക്വാളിഫൈഡ് പ്രൊഫഷണൽ ആണെന്നുള്ളതിനൊരു തെളിവാണ്. അപ്പോൾ അത് നിങ്ങളുടെ പിന്നീടുള്ള ജോബ് പ്രോസ്പെക്ട്സിന്, കരിയർ പ്രോസ്പെക്ട്സിന് അത് നല്ല രീതിയിൽ സഹായിക്കും. അപ്പോൾ അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സർട്ടിഫിക്കേഷൻ്റെ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടത് ഇതിൽ നമുക്ക് ഈ ഒരു സർട്ടിഫിക്കേഷന് മെയിനായിട്ട് പഠിക്കുന്ന ടോപ്പിക്സ് എന്തൊക്കെയാണെന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഇതിൽ മെയിൻ ടോപ്പിക്സ് പറയുകയാണെങ്കിൽ ഒന്ന് ഡിപ്ലോയ്മെൻറ്റ് മാനേജ്മെൻറ്റ് ആൻഡ് ഓപ്പറേഷൻസ്. അപ്പം നമ്മൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഡിപ്ലോയ് ചെയ്യാൻ, ഇതിൽ സർവീസസ് ഡിപ്ലോയ് ചെയ്യാൻ, അപ്പോൾ മെയിനായിട്ട് ഏതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്? കോർ സർവീസസ്, ആമസോണിൻ്റെ EC2, പിന്നെ S3, പിന്നെ ആമസോൺ VPC, പിന്നെ AWSൻ്റെ IAM, ഐഡൻറ്റിറ്റി ആൻഡ് ആക്സസ് മാനേജ്മെൻറ്റ്, അതായത് യൂസേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക, റോൾസ് അസൈൻ ചെയ്യുക, പെർമിഷൻസ് കൊടുക്കുക. അപ്പോൾ അങ്ങനെയുള്ള റിലേറ്റഡ് ഉള്ള കാര്യങ്ങളാണ് IAMൽ വരുന്നത്. നമ്മൾ ഫണ്ടമെൻ്റൽ കോഴ്സ് ഞാൻ AWSൻ്റെ ചെയ്തതിൽ തന്നെ ഈ പറഞ്ഞ എല്ലാ ടോപ്പിക്സും അതിൽ വളരെ നല്ല രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് കവർ ആവുന്നുണ്ട്. അതായത് EC2നെ കുറിച്ചും S3യെക്കുറിച്ചും ആമസോൺ VPCയെക്കുറിച്ചും IAMനെ കുറിച്ചെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് എൻ്റെ AWSൻ്റെ ഫണ്ടമെൻ്റൽ കോഴ്സ് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർക്ക് ഈ സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ അസോസിയേറ്റ് എക്സാം എഴുതുന്നവർക്കാണെങ്കിൽ പോലും ബേസിക് ആയിട്ടുള്ള ഈ പറഞ്ഞ ടോപ്പിക്സ് എല്ലാം വളരെ നല്ല രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞ ഫണ്ടമെൻ്റൽ കോഴ്സിൽ. അപ്പോൾ ഞാൻ എൻ്റെ ലിങ്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തേക്കാം. നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കണ്ടു നോക്കി മനസ്സിലാക്കാവുന്നതാണ്. വളരെ സിമ്പിളായിട്ടാണ് അതിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വരുന്ന പഠിക്കുന്ന ടോപ്പിക്ക് മോണിറ്ററിങ് ആൻഡ് ട്രബിൾ ഷൂട്ടിംഗ് എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ സർവീസസിൻ്റെ എല്ലാം മോണിറ്ററിങ്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു EC2 ഇൻസ്റ്റൻസ് നമ്മൾ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു, എത്ര ലോഡ് എടുക്കുന്നുണ്ട് ആ CPU-ന്, എത്ര RAM കൺസ്യൂം ചെയ്യുന്നുണ്ട്, മെമ്മറി കൺസ്യൂം ചെയ്യുന്നുണ്ട്, നെറ്റ്വർക്കിൻ്റെ ത്രോട്ട്പുട്ട് എത്ര, എന്തെങ്കിലും ബോട്ടിൽ നെക്സ് ഉണ്ടാവുന്നുണ്ടോ. അപ്പോൾ അങ്ങനെ ഒരു കമ്പ്യൂട്ടർ ഇൻസ്റ്റൻസിന് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം മോണിറ്റർ ചെയ്യുന്നതിനും അതിനെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇപ്പം ഒരു വെബ്സൈറ്റ് ലോഞ്ച്, ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു EC2 ഇൻസ്റ്റൻസിൽ നമ്മളൊരു വെബ് സെർവറിൽ ഒരു വെബ്സൈറ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പം അറ്റ് ടൈംസ് ചില സമയങ്ങളിൽ നമുക്കത് റെസ്പോൺസീവ് അല്ലാതെ ആവുന്ന സിറ്റുവേഷൻസ് എൻകൗണ്ടർ ചെയ്യുന്നുണ്ട് നമ്മുടെ കസ്റ്റമർ. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരികയാണെങ്കിൽ എന്തുകൊണ്ടാണ് അത് അങ്ങനൊരു സിറ്റുവേഷൻ വരുന്നത്, റെസ്പോൺസ് ഇല്ലാതാവുന്ന ഫ്രീസായി പോകുന്നത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് മോണിറ്ററിങ് ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കും. എന്നിട്ട് എന്താണ് പ്രശ്നം നോക്കിയിട്ട് നമുക്ക് ട്രബിൾ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അത് EC2ന് മാത്രമല്ല മറ്റുള്ള എല്ലാ സർവീസസിനും ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്ത് നോക്കി മനസ്സിലാക്കാൻ സാധിക്കണം. അതാണ് മോണിറ്ററിങ് ആൻഡ് ട്രബിൾ ഷൂട്ടിംഗ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഉള്ളത് സെക്യൂരിറ്റി ആൻഡ് കംപ്ലയൻസ് എന്നുള്ളതാണ്. അപ്പോൾ കംപ്ലയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ചില കസ്റ്റമേഴ്സിന് നമ്മളിപ്പോൾ ഒരു സൊല്യൂഷൻ നമ്മൾ ഈ ഒരു പറഞ്ഞ ക്ലൗഡിൽ AWSൽ പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ചില അവരുടെ ഡേറ്റാസ് ചിലപ്പോൾ ഒരു ജിയോഗ്രഫിക്കൽ റീജിയന് പുറത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ അല്ലെങ്കിൽ പുറത്തോട്ട് പോകാനുള്ളത് ഡേറ്റ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവും കംപ്ലയൻസ് പോളിസീസ് അനുസരിച്ചിട്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഇതിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ നിങ്ങൾ ഡിപ്ലോയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സെക്യൂരിറ്റി ആൻഡ് കംപ്ലയൻസ് റിലേറ്റഡ് കാര്യങ്ങൾ കംപ്ലയൻസ് റെഗുലേഷൻസ് എല്ലാം നിങ്ങൾ നോക്കി മനസ്സിലാക്കണം. അപ്പോൾ അതിന് ബെസ്റ്റ് പ്രാക്ടീസസ് നോക്കിയിട്ട് വേണം നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ടാണ് ബെസ്റ്റ് പ്രാക്ടീസസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് AWSൻ്റെ വെൽ ആർക്കിടെക്റ്റഡ് ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞൊരു ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് നിങ്ങൾ നല്ല രീതിയിൽ വായിച്ച് മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ കാരണം ഇതെല്ലാം അതിന് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ്. ഈ സെക്യൂരിറ്റി ആൻഡ് കംപ്ലയൻസിൽ ഇംപ്ലിമെൻറ്റിംഗ് സെക്യൂരിറ്റി ബെസ്റ്റ് പ്രാക്ടീസസ് ആൻഡ് അഡ്ഹറിങ് ടു റിലവൻറ്റ് കംപ്ലയൻസ് റെഗുലേഷൻ വിത്തിൻ ദ AWS ക്ലൗഡ് എന്നും പറഞ്ഞൊക്കെ ഒരു ടോപ്പിക്കുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ വെൽ ആർക്കിടെക്ചർ ഫ്രെയിംവർക്ക് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ നോക്കി മനസ്സിലാക്കണം നല്ല രീതിയിൽ. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഈ പറഞ്ഞ സെക്യൂരിറ്റി ആൻഡ് കംപ്ലയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഡേറ്റ സ്റ്റോറേജ് ആൻഡ് മാനേജ്മെൻറ്റ്. അത്
ഡേറ്റ സ്റ്റോറേജിന് റിലേറ്റ് ചെയ്ത് വരുന്ന സർവീസസ് ആണ്. നമുക്ക് S3 വരും. S3 എന്ന് വെച്ചാൽ ബക്കറ്റ്, AWSൻ്റെ S3 ബക്കറ്റ് വരും. പിന്നെ EBS വരും. പിന്നെ ഡൈനാമോ DB. ഈ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. മറ്റും ഒരുപാട് സ്റ്റോറേജ് സർവീസസ് ഉണ്ട്. പിന്നെ ഡേറ്റാബേസ്, RDS. അപ്പോൾ അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കി നല്ല രീതിയിൽ മനസ്സിലാക്കണം, പഠിക്കണം, അത് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. പിന്നീട് വരുന്നതാണ് നെറ്റ്വർക്കിംഗ്. നെറ്റ്വർക്കിങ്ങിൽ മെയിനായിട്ട് വരുന്നത് VPC, പിന്നെ സബ്നെറ്റ്സ്, സെക്യൂരിറ്റി ഗ്രൂപ്പ്സ്, റൂട്ടിംഗ് ടേബിൾസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരു VPC നമുക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, പിന്നെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സബ്നെറ്റ്സ്, പിന്നെ എങ്ങനെ റൂട്ട്സ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇത് വളരെ, കാരണം ഏതൊരു പ്രോജക്റ്റ് നമ്മൾ ആദ്യം ഡിസൈൻ ചെയ്യുമ്പോഴും നമ്മൾ ഫസ്റ്റ് ഡിസൈൻ ചെയ്യേണ്ടതായിട്ട് വരുന്നത് VPCയും അതിൻ്റെ സബ്നെറ്റ്സും പിന്നെ റൂട്ടിംഗ് ടേബിൾസും എല്ലാം ആണ്. അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ, ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി ഒരു ഓൺ പ്രമിസിലുള്ള ഡേറ്റ സെൻറ്ററിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റപ്പ് നമ്മളിതിൽ പ്രൊവിഷൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അത്രയ്ക്ക് പവർഫുള്ളാണ്. നമ്മൾ ക്ലൗഡിൽ ഒരു ആർക്കിടെക്ചർ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ഫിസിക്കലി ഉള്ളൊരു ഓൺ പ്രമിസിൽ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ക്വിക്കായിട്ട് നമുക്കിതിൽ ചെയ്യാൻ പറ്റും. അതിന് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതാണ് VPC, സബ്നെറ്റ്സ്, റൂട്ടിംഗ് ടേബിൾസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഉള്ള നല്ല രീതിയിലുള്ളൊരു അറിവ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കി മനസ്സിലാക്കണം. നിങ്ങൾക്ക് എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം. അതായത് ഇപ്പോൾ ഒരു 2 ടയർ ആർക്കിടെക്ചർ ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ 3 ടയർ ആർക്കിടെക്ചർ ചെയ്ത് നോക്കാം. അപ്പോൾ അങ്ങനെയുള്ള 3 ടയർ ആർക്കിടെക്ചറൊക്കെ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരു ആദ്യത്തെ ലെയറിൽ വരുന്നത് എപ്പോഴും ഒരു വെബ് ലെയർ ആയിരിക്കും. സെക്കൻഡ് ലെയറിൽ വരുന്നത് ഒരു ആപ്ലിക്കേഷൻ ലെയർ ആയിരിക്കും. പിന്നീട് ലാസ്റ്റ് ആയിരിക്കും ഡേറ്റാബേസ് ലെയർ വരുന്നത്. അപ്പം ഇതെല്ലാം ഡിഫറെൻറ്റ് സബ്നെറ്റ്സിലോട്ടായിരിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ ഓരോ സബ്നെറ്റ്സിനും അതിൻ്റേതായിട്ടുള്ള റൂട്ടിംഗ് ടേബിൾസ് ഉണ്ടാവും. പിന്നെ അതിൻ്റേതായിട്ടുള്ള സെക്യൂരിറ്റി റിലേറ്റഡ് കാര്യങ്ങൾ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യും. സെക്യൂരിറ്റി ഗ്രൂപ്പും പിന്നെ NACL അതൊക്കെ ബേസിക്കായിട്ട് വരുന്നതും. പിന്നെ അത് കൂടാതെ നമുക്ക് വേണമെങ്കിൽ WAF, ആപ്ലിക്കേഷൻ സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. അതെല്ലാം നമ്മൾ ആർക്കിടെക്ചറിന് റിലേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഇതുപോലുള്ള എക്സാമ്പിൾസ് എല്ലാം സ്വന്തമായിട്ട് തന്നെ ചെയ്ത് നോക്കി, ഒരുപാട് എക്സാമ്പിൾസ് നിങ്ങൾക്ക് നെറ്റിൽ അവൈലബിൾ ആണ്. നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും എക്സാമ്പിൾസ് എന്തെങ്കിലും ചെയ്യാൻ ഹെൽപ്പ് വേണമെന്നെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ പറഞ്ഞ പോലുള്ള ആർക്കിടെക്ചറൊക്കെ നിങ്ങൾക്ക് ചെയ്ത് എക്സാമ്പിൾസ് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് ഇതിൽ. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നെറ്റ്വർക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഈ പറഞ്ഞ ടോപ്പിക്സാണ് മെയിനായിട്ട് വരുന്നത് നമുക്ക് ഇതിന് എക്സാം പാസ്സാവുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള നോളജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നീട് അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് ഇതിനെക്കുറിച്ച് ബ്രീഫായിട്ടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന് പാസ്സാവുന്നതിനുള്ള ചാൻസ് വളരെയധികം കൂടും. ഈ ഒരു SOA C02 എന്ന കോഡ് നെയിമിൽ അറിയപ്പെടുന്ന സിസോപ്സ് അഡ്മിനിസ്ട്രേറ്റർ അസോസിയേറ്റ് എന്ന് പറഞ്ഞ AWSൻ്റെ സർട്ടിഫിക്കേഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് എനിക്ക് ബ്രീഫായിട്ട് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് AWSൻ്റെ സൈറ്റിൽ ഒഫീഷ്യലി അവരെന്തൊക്കെയാണ് ഈ ഒരു എക്സാമിനേഷനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി ഓടിച്ചൊന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇത് AWSൻ്റെ സർട്ടിഫിക്കേഷൻ്റെ ഒരു സൈറ്റാണ്. അപ്പോൾ അതിൽ ഞാൻ എടുത്തിരിക്കുന്നത് ഇപ്പം ഈ പറഞ്ഞ നമുക്ക് ഒന്നുകൂടെ ഞാൻ ബാക്ക് പോയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ നിങ്ങൾ ആദ്യം എടുക്കേണ്ട മെയിൻ ലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ aws.amazon.com/certification എന്ന് എടുക്കുക. അപ്പോൾ അതിൽ ബ്രൗസ് AWS സർട്ടിഫിക്കേഷൻ പാത്സ് എന്നും പറഞ്ഞ ആദ്യം ഒരു ലിങ്ക് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, ഞാനത് ഓൾറെഡി ഇവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ്. ഓക്കെ, അതൊരു PDF ഫയലാണ്. അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിനായിട്ട് ഇങ്ങനെ 3 കാറ്റഗറീസിൽ ഇവർ പറഞ്ഞിട്ടുണ്ട്. അതായത് ഫസ്റ്റ് ന്യൂ ടു IT ആൻഡ് ക്ലൗഡ്. അപ്പോൾ പുതുതായിട്ട് ആദ്യമായിട്ട് ക്ലൗഡ് ഫീൽഡിൽ അല്ലെങ്കിൽ IT ഫീൽഡിൽ തന്നെ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾക്ക് ആദ്യം തുടങ്ങാൻ പറ്റുന്ന സർട്ടിഫിക്കേഷൻ ഏതാണ്? ക്ലൗഡ് പ്രാക്ടീഷണർ. പിന്നെ ബിസിനസ് റോൾ, അവർ മാർക്കറ്റിംഗ് സെയിൽസിലൊക്കെ വർക്ക് ചെയ്തിരിക്കുന്നവർക്ക് ചെയ്യാൻ പറ്റുന്ന സർട്ടിഫിക്കേഷന്. പിന്നെ ഓൾറെഡി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്ക്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ റോൾ അനുസരിച്ച് ചൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സർട്ടിഫിക്കേഷൻസിൻ്റെ കാര്യങ്ങളെല്ലാം ഇതിലിങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അനുസരിച്ച് ഏത് സർട്ടിഫിക്കേഷൻ പാത്താണ് ചൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അതിൽ ഇപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതിൽ ക്ലൗഡ് പ്രാക്ടീഷണർ പ്രീ റിക്വസ്റ്റ് അല്ല. പക്ഷേ ഒരു IT ഫീൽഡിൽ ഒരു ബന്ധവും ഇല്ലാത്തവർ ഇതിലോട്ട് വരികയാണെങ്കിൽ ആദ്യം ക്ലൗഡ് പ്രാക്ടീഷണർ എന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കേഷൻ ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി ഞാൻ ഒന്നുകൂടെ ഒന്ന് സൂം ചെയ്ത് കാണിക്കാം, കാണാൻ എളുപ്പത്തിന്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ഈ പറഞ്ഞ സിസോപ്സ് അഡ്മിനിസ്ട്രേറ്റർ അസോസിയേറ്റ് വരുന്നത് കണ്ടില്ലേ? ഇതിൽ ഈ ഏതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കാണ് സിസ്റ്റംസ് അഡ്മിനിസ്ട്രേറ്ററായിട്ടും ക്ലൗഡ് എഞ്ചിനീയറായിട്ടും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് സിസോപ്സ് അഡ്മിനിസ്ട്രേറ്റർ അസോസിയേറ്റ് എക്സാം എഴുതാം. പിന്നെ ഇനി ഇതിൽ അതുപോലെ പിന്നെ ഡെവ് സെക്കോപ്സ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും സിസോപ്സ് അഡ്മിനിസ്ട്രേറ്റർ അസോസിയേറ്റ് എഴുതാം. പിന്നെ ക്ലൗഡ് സെക്യൂരിറ്റി എഞ്ചിനീയർ വർക്ക് ചെയ്തിരുന്നവർക്ക് ഇത് എഴുതാം. ആ റോളിൽ വർക്ക് ചെയ്യുന്നവർക്ക്. എനിക്ക് തോന്നുന്നു ഇത്രയേ ഉള്ളൂ. ഇനി
ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അതെ, ഇത്രയും കുറച്ച് റോൾസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കാണ് കറക്റ്റായിട്ട് ഈ പറഞ്ഞ സിസ്റ്റംസ് അഡ്മിനിസ്ട്രേറ്റർ അസോസിയേറ്റ് എക്സാം എഴുതാൻ സാധിക്കുന്നത്. പിന്നീട് ഈ ഒരു പർട്ടിക്കുലർ എക്സാമിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടിയിട്ട് സെലക്ട് ആൻ AWS സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു ഡ്രോപ്പ് ഡൗൺ കാണും. അതിൽ നിങ്ങൾ അതെടുത്താൽ മതി. സിസ്റ്റംസ് അഡ്മിനിസ്ട്രേറ്റർ അസോസിയേറ്റ് എടുത്ത് കഴിയുമ്പോൾ, ഞാൻ ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, എടുത്ത് കഴിയുമ്പോഴാണ് ഓക്കെ, ഞാനതൊന്നുകൂടെ എടുക്കാം. അതെടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു കറസ്പോണ്ടിങ് ആ ഒരു എക്സാമിനേഷൻ്റെ പേജിലോട്ട് പോകും. ഓക്കെ, അപ്പോൾ ഇതിൽ അവർ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു പർട്ടിക്കുലർ എക്സാമിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ആദ്യം തന്നെ നമുക്കിതിൻ്റെ കണ്ടില്ലേ, ലെങ്ത് വന്നിട്ട് 130 minutes ആണ് ടൈം, എക്സാം ടൈം. കോസ്റ്റ് വന്നിട്ട് $150 ആണ്. ലെവൽ അസോസിയേറ്റ് ലെവലാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ 65 ക്വസ്റ്റ്യൻസ് വരും. മൾട്ടിപ്പിൾ ചോയ്സും മൾട്ടിപ്പിൾ റെസ്പോൺസും ആയിട്ട് വരും. നിങ്ങൾക്ക് ഓൺലൈനായിട്ടും എക്സാം എഴുതാം, അല്ലെങ്കിൽ എക്സാം സെൻറ്ററിൽ പോയും ഈ എക്സാം എഴുതാൻ സാധിക്കുന്നതാണ്. ഓക്കെ, പിന്നീട് പിന്നെ ഇതിപ്പോൾ താൽക്കാലികമായിട്ടുള്ള ഒരു നോട്ടീസാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതിപ്പോൾ എടുത്ത് പറയാത്തത്. അതായത് ഇപ്പോൾ തൽക്കാലം ആസ് ഓഫ് March 28, 2023 നമുക്കിപ്പോൾ ഇതിലിപ്പം ലാബ് വിൽ നോട്ട് ഇൻക്ലൂഡ് ദ എക്സാം ലാബ് അണ്ടിൽ ഫർദർ നോട്ടീസ്. അപ്പോൾ ലാബ് ഇവർ റിമൂവ് ചെയ്തിട്ടുണ്ട്. കുറച്ചാൽ കഴിഞ്ഞ് റീഇൻട്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് ഞാനിപ്പോൾ കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ആർക്കൊക്കെ ഈ എക്സാം എഴുതാൻ സാധിക്കും? ഓൾറെഡി സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ റോളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ AWS ക്ലൗഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക്, അല്ലെങ്കിൽ സ്ട്രോങ് ഓൺ പ്രമിസ് IT എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക്, അങ്ങനെ അത് ഓൺ പ്രമിസ് സ്കില്ലുള്ളവർക്കും ഓൺ പ്രമിസിലുള്ളത് ക്ലൗഡിലോട്ട് നമുക്ക് മൈഗ്രേറ്റ് ചെയ്യാനൊക്കെ ഉള്ള എക്സ്പീരിയൻസിൽ ഉള്ള ആ ഒരു റോളിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും, പിന്നെ മറ്റ് എക്സ്പീരിയൻസ് ഇൻ അതർ ക്ലൗഡ് സർവീസസ്, അഷ്യൂറിലോ ഗൂഗിൾ ക്ലൗഡിലോ ഒക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും, ഇത്രയും ആൾക്കാർക്ക് ഇത് എഴുതാൻ സാധിക്കും. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. എന്തൊക്കെയാണ് നമ്മളിതിൽ പഠിക്കുന്നതെന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. കണ്ടില്ലേ, AWS വെൽ ആർക്കിടെക്റ്റഡ് ഫ്രെയിംവർക്ക്, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ AWS നെറ്റ്വർക്കിംഗ്, സെക്യൂരിറ്റി സർവീസസ്, നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ AWSൻ്റെ ഈ ഒരു ഇത് പറയാൻ വിട്ടുപോയി, AWSൻ്റെ കമാൻഡ് ലൈൻ ഇൻ്റർഫേസ്, മാനേജ്മെൻറ്റ് കൺസോൾ, ഇതിലൊക്കെ ഫെമിലിയാരിറ്റി ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ. പിന്നീട് നമുക്ക് സാമ്പിൾ ക്വസ്റ്റ്യൻസും എക്സാം ഗൈഡൊക്കെ നമുക്ക് ഇവരുടെ ഈ ഒരു ഒഫീഷ്യൽ സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതിൽ അഡ്മിനിസ്ട്രേറ്റർ അസോസിയേറ്റിൻ്റെ എക്സാം ഗൈഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ ഓൾറെഡി അത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ, ഇത് തന്നെയാണ്. അപ്പോൾ അതിൽ എക്സാം കോഡ് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇപ്പോൾ ടോപ്പിക്സ്, എബിലിറ്റി ടു കംപ്ലീറ്റ് ദ ഫോളോയിങ് ടാസ്ക്, ഇത്രയും ടാസ്കുകൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കണം എക്സാമിൽ. കണ്ടില്ലേ, വെൽ ആർക്കിടെക്റ്റഡ് ഫ്രെയിംവർക്ക്, അത് എല്ലായിടത്തും വരുന്നുണ്ടത്. പിന്നീട് കൺസോളിലും CLIയിലും ഉള്ള എക്സ്പീരിയൻസ്, സെക്യൂരിറ്റി കൺട്രോൾസ് ആൻഡ് കംപ്ലൈൻറ്റ് കംപ്ലൈൻസ് റിക്വയർമെൻറ്റ്സ്, മോണിറ്ററിങ്, ട്രബിൾ ഷൂട്ടിങ്, പിന്നെ DNS, TCP ഫയർവാൾസ്, പിന്നെ ഹൈ അവൈലബിലിറ്റി, പെർഫോമൻസ് കപ്പാസിറ്റി, ഈ കാര്യങ്ങളെല്ലാം ഇതിലും ഒട്ടുമുക്കിയ കാര്യങ്ങൾ നമ്മുടെ ഫണ്ടമെൻ്റൽസ് കോഴ്സിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചൊരു ഐഡിയ കിട്ടും, കുറച്ചൊരു എളുപ്പമാകും ഈ എക്സാം എഴുതുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ ഇതിൽ ടാർഗറ്റ് കാൻഡിഡേറ്റ് ഡിസ്ക്രിപ്ഷൻ കണ്ടില്ലേ, 1 to 2 years ഓഫ് എക്സ്പീരിയൻസ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. പിന്നെ മോളിൽ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഉള്ള ഒരു എക്സ്പീരിയൻസ്. ഞാനിതൊന്ന് ഓടിച്ചു വിടുകയാണ്, അപ്പോൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല. ഈ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഉള്ള എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഔട്ട് ഓഫ് സ്കോപ്പ് പഠിക്കേണ്ടാത്ത കാര്യങ്ങൾ, നമുക്ക് CI/CD ഒന്നും നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ അല്ല, അതൊക്കെ ഡെവോപ്സ് ഒരു ഫീൽഡിൽ വരുന്ന കാര്യങ്ങളാണ്. മൾട്ടി VPC നെറ്റ്വർക്കിംഗ്, സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ, അതൊന്നും ഇതിൽ വരുന്നതല്ല, അതൊന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. പിന്നെ എക്സാം കണ്ടൻറ്റ് പറഞ്ഞിരിക്കുകയാണ്, മൾട്ടിപ്പിൾ ചോയ്സ് ഉണ്ട്, മൾട്ടിപ്പിൾ റെസ്പോൺസ് ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നീട് മെയിനായിട്ട് നമുക്കിതിൽ പാസിംഗ് സ്കോറിൻ്റെ കാര്യം ഒന്ന് നോക്കണം. അത് ഇതിലെവിടെ പറഞ്ഞിട്ടുണ്ട്? ഇവിടെയാണ്. ഈ ഒരു എക്സാം റിസൾട്ട്സ് കണ്ടില്ലേ, സ്കെയിൽ 100 മുതൽ 1000 വരെയാണ്. അപ്പോൾ അതിൽ മിനിമം പാസിംഗ് സ്കോർ വന്നിട്ട് 720 നമ്മൾ അച്ചീവ് ചെയ്യണം പാസ് ആവുന്നതിന് വേണ്ടിയിട്ട് എക്സാം. അപ്പോൾ അതാണ് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം. പിന്നീട് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സിലബസ്, ഓരോ ഡൊമൈനിൽ നിന്നും എത്ര പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻസ് വരും എന്നുള്ളതാണ്. മോണിറ്ററിങ് അതിൽ നിന്ന് 20%, പിന്നെ ഡിപ്ലോയ്മെൻറ്റ് ആൻഡ് പ്രൊവിഷനിങ് ഓട്ടോമേഷനിൽ നിന്ന് 18%, അങ്ങനെ കാര്യങ്ങളിൽ നിന്ന് എത്ര പെർസെൻറ്റേജ് വെച്ചിട്ട് ഓരോ ടോപ്പിക്കിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരും എന്നുള്ളതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അത് ഓരോ ടോപ്പിക്കും പിന്നെ അതിനകത്തുള്ള സബ് ടോപ്പിക്സ് ഡീറ്റെയിൽ ആയിട്ട് ഇവരിവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പഠിക്കുമ്പോൾ ഇത് വളരെ യൂസ്ഫുൾ ആവും, കാരണം പഠിക്കുമ്പോൾ ഇതെല്ലാം കവർ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കി പഠിച്ചു പോവുക. കണ്ടില്ല, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. VPC, NAT ഗേറ്റ്വേ, AWS എൻഡ്പോയിൻറ്റ്സ്, VPN, ഇതെല്ലാം പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഫണ്ടമെൻ്റൽ കോഴ്സിൽ തന്നെ ഞാൻ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ,
പിന്നീട് ഈ ഇലാസ്റ്റിക് നെറ്റ്വർക്ക് അഡാപ്റ്റർ അതിനെക്കുറിച്ച് സെഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. പിന്നെ S3യുടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട് നമ്മൾ. ഇവൻറ്റ് ബ്രിഡ്ജ്, SNS, SQS ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ സെഷൻസ് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഓട്ടോ സ്കെയിലിങ്, അതൊക്കെ ഇമേജ്, പിന്നെ അത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. RDS നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾ ഫണ്ടമെൻ്റൽസ് കോഴ്സ് ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കി മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഡീറ്റെയിൽ ആയിട്ടുള്ള ഇതിൻ്റെ സിലബസ് ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു PDF റിഫർ ചെയ്യുക അതിന് വേണ്ടിയിട്ട്. പിന്നീട് സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ സെറ്റ് തന്നിട്ടുണ്ട്. പിന്നെ ഡിജിറ്റൽ ട്രെയിനിങ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൽ തന്നെ ഫ്രീ ആയിട്ട് ട്രെയിനിങ് ഇവർ തരുന്നുണ്ട്. അതെനിക്ക് തോന്നുന്നു ഒരു 1 അവറിൻ്റെ ഒരു ഡിജിറ്റൽ ട്രെയിനിങ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. AWS തന്നെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അത് രജിസ്റ്റർ ചെയ്തിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ മറ്റ് ഡംസ് നോക്കി പ്രിപ്പയർ ചെയ്യാൻ പോകുന്നതിന് മുമ്പായിട്ടോ മറ്റ് കോഴ്സസ് എന്തെങ്കിലും ബൈ ചെയ്ത് സ്റ്റഡി ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പായിട്ടോ ഇവർ പറഞ്ഞിട്ടുള്ള ഇവരുടെ തന്നെയുള്ള ഒരു എക്സാം പ്രിപ്പറേഷൻ കോഴ്സ് ഉണ്ട്. അത് 3 hours ലെങ്ത് വന്നിട്ടുള്ളത്. ഒരു 1 അവറിൻ്റെയും വേറൊന്നുണ്ട്. അപ്പം അത് ഇങ്ങനെയുള്ള ഫ്രീ കോഴ്സസ് ഒഫീഷ്യലി ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് ആദ്യം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് മറ്റ് തേർഡ് പാർട്ടി നിങ്ങൾക്ക് യുഡമിന്നോ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഉള്ള കോഴ്സസ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. യുഡമിയിൽ നല്ല കോഴ്സ് ഏതാണെന്നൊക്കെ ഉള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഈ പഠിച്ച കോഴ്സുണ്ട്, നല്ല കോഴ്സാണ്. അപ്പോൾ ഞാൻ ആ ഒരു ഇൻസ്ട്രക്ഷൻ്റെ കോഴ്സ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് സജസ്റ്റ് ചെയ്ത് പറഞ്ഞുതരാം നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് ഈ ഒരു എക്സാമിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. അപ്പം നിങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഇതിൽ മെയിനായിട്ട് വേണ്ടത് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ആണ് ശരിക്കും ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഡംസ് പ്രിപ്പയർ ചെയ്ത് ഡംസ് ഉപയോഗിച്ച് എക്സാം പാസ്സാവാൻ സാധിക്കുമെങ്കിലും ഒരു റിയൽ വേൾഡിൽ നിങ്ങൾക്കൊരു പ്രോജക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ എക്സാം എഴുതുന്ന എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് എഴുതുക. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് ഒരു എക്സാം റിലേറ്റഡ് ടോപ്പിക്കുമായിട്ട് അടുത്തൊരു സെഷനിൽ കാണാം. ബൈ ഫ്രണ്ട്സ്. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഈ ഒരു ചാനലിൽ ഞാൻ തരുന്ന ഇൻഫർമേഷൻസ് മെയിനായിട്ട് നമ്മൾ ഈ ഒരു ക്ലൗഡ് റിലേറ്റഡ് കോഴ്സസ് ആണ് ഇതിൽ ഇടുന്നത്. യൂസ്ഫുള്ളായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനിടയ്ക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബൈ ഫ്രണ്ട്സ്, നമുക്ക് നെക്സ്റ്റ് സെഷനിൽ കാണാം.